സ്പെഷ്യലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്പിൾ മോരുകൂട്ടൻ. അപ്പോൾ എല്ലാവരും ചോദിക്കും, മധുരവും പുളിയും ചേരും? നമുക്ക് നോക്കാന്നേ. 2 മീഡിയം സൈസ് റെഡ് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്യണം. 3 പച്ചമുളക് നടുവേ കീറിയത്, 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 5-6 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, 3 വറ്റൽ മുളകും, കുറച്ച് കടുകും, കുറച്ച് ഉലുവയും, 250 ml യോഗട്ട്, ലോ ഫാക്റ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഇടുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ആ വെളിച്ചെണ്ണക്കകത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുക. നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളും ഇടുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം 1 കപ്പ് ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും, ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആഡ് ചെയ്യാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കാൻ വെക്കണം. ഇനി ആപ്പിൾ വെന്തോന്ന് നോക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം കയ്യിൽ വെച്ച്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന യോഗട്ടില്ലേ, അതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. യോഗട്ട് ഇട്ടതിന് ശേഷം തിളപ്പിക്കരുത്. അതാണ് ഫ്ലെയിം ഓഫ് ചെയ്യണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കട്ട കട്ട പോലെ ആയി പോകും. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ചെറിയ ചട്ടി എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായതിനു ശേഷം ഉലുവയും കടുകും ഇടുക. കടുക് പൊട്ടിയതിനു ശേഷം വറ്റൽ മുളകും കറിവേപ്പിലയും ഇടുക. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയില്ലേ, ചെറുള്ളി ഇടുക. ചെറുള്ളി കൂടുതലിട്ടാലും ടേസ്റ്റ് കൂടുവട്ടോ കറിക്ക്. നന്നായി കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പം ഏകദേശം നമ്മുടെ കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇറക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ആപ്പിൾ മോരുകൂട്ടൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. കാരണം ഈ 2 ഐറ്റം നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലതാണ്. ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഹൈ ഫൈബർ റിച്ചും, യോഗട്ട് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് യു.